പാദം വരെ കർത്താവ് നമുക്ക് വേണ്ടി അടികളേറ്റു. തലയിൽ കൂർത്ത മുള്ളുകൾ കൊണ്ട് മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചപ്പോൾ തലയിൽ അനേകം മുറിവുകളെ, മുഖത്തെ ഇടിച്ചപ്പോൾ മുഖത്തനേകം മുറിവുകളെ, കന്നത്തടിച്ചപ്പോൾ കന്നത്ത് മുറിവുകളുണ്ടായി, മുഖത്തെ രോമം വലിച്ചു വിഴുതപ്പോൾ മുഖത്ത് പിന്നെയും മുറിവുകളെ, ചാട്ടവാറുകൾ കൊണ്ടടിച്ചപ്പോൾ ശരീരം മുഴുവൻ നൂറുകണക്കിന് മുറിവുകൾ ഉണ്ടായി, തകർക്കപ്പെട്ടു, നുറുക്കപ്പെട്ടു, രക്തം നമുക്ക് വേണ്ടി ഒഴുക്കപ്പെടുവാൻ ഇടയായി തീർന്നു. യേശുവിന്റെ മരണം അത് തകർക്കപ്പെട്ട, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട മരണമായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ആ മരണം എന്നുള്ളത് 5-ാം വാക്യത്തിൽ നമുക്ക് 5-6 വാക്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഭാഗത്തെ 5 തൊട്ട് താഴെയുള്ള വാക്യങ്ങളിലെ പർപ്പസ് ഓഫ് ഹിസ് ഡെത്ത്, യേശുവിന്റെ മരണത്തിന് ഉദ്ദേശം പറയുകയാണ്. നമ്മുടെ അകൃത്യ നിമിത്തം അവനെ തകർക്കപ്പെട്ടു, നമ്മുടെ പാപ നിമിത്തം. അപ്പോൾ കർത്താവിന്റെ മരണത്തിന് ഉദ്ദേശം നമ്മുടെ അകൃത്യം, നമ്മുടെ പാപം, അത് നിമിത്തമാണ് കർത്താവ് തകർക്കപ്പെട്ടത്, നുറുക്കപ്പെട്ടത്. അപ്പോൾ തകർക്കപ്പെട്ട ഒരു മരണം എന്തിനു വേണ്ടി തകർക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ നിങ്ങളുടെ അതിക്രമം, നമ്മുടെ പാപനിമിത്തം കർത്താവ് തകർക്കപ്പെട്ടു, ജീവനുള്ളവർ ദേശത്തു നിന്ന് ഛേദിക്കപ്പെട്ടു. അതുകൊണ്ട് ആ കർത്താവിന്റെ മരണത്തെ നമുക്ക് പാപപരിഹാരയാഗമെന്ന് വിളിക്കാം. പാപപരിഹാരയാഗം, യേശു നമുക്ക് വേണ്ടി പാപപരിഹാരയാഗമായി തീർന്നു. എന്താണ് ഈ മരണത്തിന്റെ, ഈ വലിയ പാപപരിഹാരയാഗത്തിന്റെ റിസൾട്ട്? 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ റിസൾട്ട് ഓഫ് ഹിസ് ഡെത്ത്, യേശുവിന്റെ മരണത്തിന്റെ ഫലം വെളിപ്പെടുകയാണ്. ഒരു സന്തതി ജനിച്ചു. ഏത് സന്തതിയാണ്? യേശുവിന്റെ ക്രൂശുമരണ നിമിത്തം ജനിച്ച സന്തതി എന്ന് പറയുന്ന അവിടുത്തെ സഭയാണ്, നമ്മളാണ്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, സ്നാനമേറ്റ ദൈവമക്കള്, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്ന ആ ദൈവമക്കള്, കോടാനുകോടി ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു. അതാണ് അതിന്റെ റിസൾട്ട്. മാത്രമല്ല, യേശു അങ്ങനെ മരിച്ചെങ്കിലും അവിടുന്ന് ദീർഘായുസ് പ്രാപിച്ചു. മലയാളത്തിലൊക്കെ ദീർഘായുസ് എന്നാണ് ശരിക്കുമുള്ള ഒരു പദപ്രയോഗം, എറ്റേണൽ ഏജ് എന്നാണ്. നിത്യായുസ് പ്രാപിച്ചു. അവിടുന്ന് മരിച്ചെങ്കിലും എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ കർത്താവിന്റെ മരണത്തിന്റെ റിസൾട്ട്, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അത് നിമിത്തം ഒരു സന്തതിയുള്ളവായി. ഏത് സന്തതി? സഭ എന്ന സന്തതി. ഹല്ലേലൂയ. സന്തതി പുറത്തേക്ക് വരുവാനിടയായി തീർന്നു. അപ്പോൾ കർത്താവ് എന്തിനു വേണ്ടി, എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തകർക്കപ്പെട്ട് മരിച്ചു, നുറുക്കപ്പെട്ട് മരിച്ചു, കഷ്ണങ്ങളായി ചിതറപ്പെട്ട് മരിച്ചു, അസ്ഥികളെല്ലാം എണ്ണാവുന്ന നിലയിലായി. എന്തിനു വേണ്ടി മരിച്ചു എന്ന് മറന്നു പോകരുത്. നമ്മുടെ പാപനിമിത്തം, നമ്മൾ ആടുകളെ പോലെ തെറ്റിപ്പോയത് നിമിത്തം നമുക്ക് പകരം മരിച്ചു, പാപപരിഹാരയാഗമായി മരിച്ചു. അങ്ങനെ മരിച്ചതുകൊണ്ട് എന്ത് റിസൾട്ട് ഉണ്ടായി? സഭ എന്ന സന്തതി ഉണ്ടായി, സഭ എന്ന തലമുറയുണ്ടായി. ഹല്ലേലൂയ. കർത്താവ് ദീർഘായുസ്, നിത്യായുസ് പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. ഇത്രയേ എന്നെ സ്നേഹിപ്പാൻ